ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആക്ച്വലി റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു റീഡിങ്ങേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ആക്ച്വലി ക്വസ്റ്റ്യൻ രണ്ട് പൈൽ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ മുമ്പൊരിക്കൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഇതേ എന്താ പറയുക, ചോയ്സ് ചെയ്യാൻ വെച്ചിരുന്നു. രണ്ട് പൈൽ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഒരു സഡൻ മാറ്റമായിരിക്കാം, എന്തെങ്കിലും സഡനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വരുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, അതിന് പൈൽ 1 ആക്ച്വലി ബട്ടർഫ്ലൈ പിക്ചർ ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടോന്നറിയില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ്, പക്ഷേ എൻ്റെ കയ്യിൽ വേറെ വലിയ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ബട്ടർഫ്ലൈ പൈൽ 1. ഓക്കെ, പൈൽ 2 സ്റ്റാർ ആണ്. ഓക്കെ, പൈൽ 1 ബട്ടർഫ്ലൈ, പൈൽ 2 സ്റ്റാർ. ഇവിടെ ഇത് വെച്ചാൽ കാണില്ല, ചിലപ്പോൾ ഞാൻ ഒരു പിക്ചർ കൊടുക്കാൻ ശ്രമിക്കാം, പറ്റിയാൽ. എനിക്കത് സാധിക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, ബട്ടർഫ്ലൈയും സ്റ്റാറും ഉണ്ട്. ഓക്കെ, പൈൽ 1 നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇത് കാണില്ല ഇവിടെ, എനിക്കറിയാം. ബട്ട് ഓക്കെ, ഞാൻ അതിനെന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ വേറെ അതിന് മേലെ ഇമേജ് ക്ലിപ്പ് എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മിറക്കിൾ എന്തായിരിക്കും? എന്താണ് മിറക്കിളായിട്ട് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഓക്കെ, നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ആണെങ്കിലും നോ കോൺടാക്റ്റ് ആണെങ്കിലും, റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഹസ്ബൻഡ് വൈഫ്, ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് എന്ന് എടുത്തോളൂ. ആ രീതിക്ക് നിങ്ങൾ എന്തെങ്കിലും എന്ത് സിറ്റുവേഷനിലായാലും ശരി, നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന, ഈ സിറ്റുവേഷനിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മിറക്കിൾ എന്തായിരിക്കും? ഓക്കെ, ആദ്യത്തെ കാർഡ് 2 ഓഫ് സോർഡ്സ്. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്, വെരി ഗുഡ്, 4 ഓഫ് wands. Okay, and 5 swords, ace of wands. ഓക്കെ, കൂടുതൽ താഴ്പ്പുണ്ട്. ഓക്കെ, ഏസ് ഓഫ് wands ഉണ്ട് ഇവിടെ. മിറക്കിൾ ഇവിടെ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നതാണ് ഇപ്പോൾ ഇവിടെ മിറക്കിൾ. എന്ന് വെച്ചാൽ യൂണിവേഴ്സ് ആയിട്ട് ഇവിടെ ഒരു സംഭവം, ഒരു തീരുമാനം ഉണ്ടാക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്നിരുന്നെങ്കിൽ, ഓക്കെ, അവർ തീരുമാനം എടുക്കാൻ പറ്റാതെ നിന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഓക്കെ, നിങ്ങൾ പലതരത്തിലും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അപമാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ടാവാം. അതായത് അവരുടെ ഫാമിലി ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, പലതരത്തിലും. ഐ തിങ്ക് നിങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായാലും ചില ബിഹേവിയറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്നെ ഒരു വിലയില്ലല്ലോ ഈ പേഴ്സണിന് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇപ്പോൾ അവർ വേറെ ലൈക്ക് ഫാമിലിയുടെ മുമ്പിൽ, അവരുടെ ഫാമിലി ആവാം, ആക്ച്വലി ഐ തിങ്ക് സൊസൈറ്റിയുടെ മുമ്പിൽ തന്നെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ സൊസൈറ്റിയുടെ മുമ്പിൽ തന്നെ അംഗീകരിക്കാത്ത ഒരു തരത്തിലായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻ വല്ലതും വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ റിലീജിയൻ വേറെ, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല തരത്തിലും, അത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പല അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉള്ളതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഈവൻ നിങ്ങളുടെ പേഴ്സൺ അടക്കം, ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവില്ല, അവർ നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടില്ല, അതായത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടില്ല എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവിടെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരു ബന്ധം, നമ്മൾ സംരക്ഷണം, ഒരു പേഴ്സണിൽ നിന്ന് നമ്മളൊരു സംരക്ഷണം എക്സ്പെക്ട് ചെയ്യും, അല്ലേ? അതായത് നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ബന്ധത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നിങ്ങളെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവിടെ, ഓക്കെ, ഇത് ജഡ്ജ്മെൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഇവിടെയും ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയുടെ ആയിരിക്കാം, നല്ല കർമ്മയുടെ ആയിരിക്കാം,
എന്ത് തന്നെയായാലും ശരി, അല്ല ഈ ജന്മത്തും ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേഴ്സണെ നിങ്ങൾ ആത്മാർത്ഥമായി ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് അപമാനം സഹിച്ചിട്ടായാലും നിങ്ങൾ അവരെ കൂടെ തന്നെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും. ഓക്കെ, അവരെ അത്രത്തോളം സ്നേഹം കൊടുത്തും അവരെ കൂടെ നിന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെതായ ഒരു ന്യായം ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, ആ പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങൾക്ക് തരും, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇവിടെ അഗെയിൻ ജഡ്ജ്മെന്റ് കാർഡാണ്. സോ തീർച്ചയായിട്ടും ഇത് ഒന്നുമില്ലെങ്കിൽ പാസ്റ്റ് ലൈഫിന്റെ കർമ്മടയായിരിക്കാം. നിങ്ങൾ ചെയ്ത നല്ല കർമ്മമുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത നല്ല കർമ്മ കൊണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ അപമാനം സഹിച്ചാലും, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ അടുത്തായാലും, പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സായിട്ട് ഒരു തീരുമാനം കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പേഴ്സണിനെ ഫോഴ്സ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. എന്നുവെച്ചാൽ നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിലപ്പോൾ അവർക്കൊരു ധൈര്യം കൊടുക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു ധൈര്യം കൊടുക്കും യൂണിവേഴ്സ് അവരെ കൊണ്ടൊരു ആക്ഷൻ എടുപ്പിക്കും എന്നാണ് എനിക്ക് അങ്ങനെയാണ് കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഇതും ഇത് കണ്ടില്ലേ കാർഡ്, ഏസ് ഓഫ് സോർട്സ് ആണിത്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുക. നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അത് ആ പവർ വരുന്നത് എവിടെ നിന്നാണ് നോക്കൂ, യൂണിവേഴ്സിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ശക്തി ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു ധൈര്യം യൂണിവേഴ്സായിട്ട് കൊടുക്കും. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ദൈവം. അത് മാത്രമല്ല, നിങ്ങൾ ആ എന്ത് സഹിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെ അപമാനം സഹിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങൾ സഹിച്ചു, എന്തുണ്ടെങ്കിലും ശരി, അതിനൊക്കെ മേലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഒന്നാവാനും ഒരു പുതിയ നിങ്ങൾ തമ്മിൽ ഒരു ബിഗിനിങ് ഒക്കെ വരാനുള്ള സാധ്യതയാണ്. ഏസ് ആണ്, രണ്ടും ഏസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും, നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് അവർ ബിഗിൻ ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇവിടെ 4 ഓഫ് വാൻസ് മാരേജിൻ്റെ കാർഡാണ്, സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതുവരെ അവർ നിങ്ങളെ ഫാമിലി വേണോ, ഫാമിലി പറയുന്നതൊക്കെ കേട്ട് നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ മീൻസ് ഫാമിലിയൊക്കെ നിങ്ങളെ എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഓക്കെ ഈവൻ ഓൾറെഡി മാരീഡ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവരുടെ പാരൻസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കേണ്ട അവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവും എന്നാണ് കാണുന്നത്. അത് യൂണിവേഴ്സായിട്ട് വരുത്തുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ പേഴ്സണിന് ചില റിയലൈസേഷൻ കൊടുക്കും. ഐ തിങ്ക് അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവർ തീരുമാനങ്ങൾ അഗൈൻ അതാണ് തീരുമാനത്തിൻ്റെ കാര്യമാണ്. 10 ഓഫ് വാൻസ്, 9 ഓഫ് സോർഡ്സ്, 10 ഓഫ് വാൻസ്. അവർ എവിടേക്കോ അവർ നിങ്ങളെ ചൂസ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനും നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും അവർ മുൻപ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കും. അവർക്ക് ചില റിയലൈസേഷൻ കൊടുപ്പിക്കും. ഈ ഒരു തീരുമാനം അവരെടുത്തേ പറ്റൂ എന്നൊരു ലെവലിലേക്ക് എത്തി കൊണ്ടുവന്ന് നിർത്തും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമെന്നാണ്. നിങ്ങളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല എനിക്ക് എപ്പോഴും ഇതാണ് എൻ്റെ യോഗം, എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് യോഗം, ഒരിക്കലും എൻ്റെ പേഴ്സൺ എന്നെ സെലക്ട് ചെയ്യില്ല, എനിക്ക് വേണ്ടി ഒരിക്കലും സ്റ്റാൻഡ് എടുത്ത് നിൽക്കില്ല. അവരെ പാരൻസിൻ്റെ മുമ്പിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും സൊസൈറ്റിയുടെ മുമ്പിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പേര് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് സ്വീകരിക്കാനോ അവരൊരിക്കലും തയ്യാറാവില്ല എന്നൊക്കെ നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ എന്തോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മടയായിരിക്കാം. എനിക്ക് നിങ്ങൾ വെക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പ്യുവർ സ്നേഹത്തിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് തരും നിങ്ങളുടെ പേഴ്സണിനെ. ഓക്കെ, ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിവിടെ ശരിക്കും ഒരു വെള്ളിടി നമ്മൾ ഇത് പറഞ്ഞില്ലേ, എന്താ പെട്ടെന്ന് ഒരു ലൈറ്റിങ്ങിന് വരുന്ന പോലെയാണ്. ഓക്കെ, ആ ഒരു സംഭവം, ഈ ഒരു മിറക്കിൾ ഐ തിങ്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുതരും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇതിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച്. ഓക്കെ, ഈ പൈൽക്കാർക്ക് ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ ചൂസ് ചെയ്തവർക്ക് അതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് പേഴ്സൻ്റെ മെസ്സേജ് കൂടി ഒന്ന് എടുത്തേക്കാം. പേഴ്സൻ്റെ മെസ്സേജോ യൂണിവേഴ്സിൻ്റെ മെസ്സേജോ. സോറി, എക്സൈറ്റഡ് ഞാനേ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. നോക്കട്ടെ പേഴ്സണും അല്ലെങ്കിൽ യൂണിവേഴ്സും എന്താണ് പറയുന്നത് നോക്കാം. You make me feel like a hero and I love that. I'm coming home victorious. 6 of Wands, victory, success അല്ലെങ്കിൽ മാരേജ് എല്ലാം പറയാം. ഓക്കെ, സെലിബ്രേഷൻ. ഓക്കെ, നിങ്ങൾ അവരെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർ എത്രത്തോളം നിങ്ങൾ അപമാനിക്കപ്പെട്ടാലും, നിങ്ങൾ എത്രത്തോളം വാല്യൂ അവർ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത റെസ്പെക്ട്, ആ പേഴ്സണിന് കൊടുത്ത കെയർ, സ്നേഹം, അത് വേറൊരു ആളും അവർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അവരെ അത്രയും
ഉയർത്തി വെക്കുന്നുണ്ട്, ഒരു പൊസിഷനിലാണ്, ഹീറോ ആയിട്ടാണ് നിങ്ങൾ അവരെ കണക്കാക്കുന്നത്. നിങ്ങൾ അവരെ ഹീറോ അല്ല ഹീറോയിനും ആവാം, ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിന് കൊടുക്കുന്ന റെസ്പെക്ട്, വാല്യൂ അത് അവർ മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, അവർ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും. ഓക്കെ, സോറി, ഈ കാർഡ്സ് വളരെ സ്ലിപ്പറിയാണ്, അതുകൊണ്ടാണ്. ഐ വോണ്ട് ടു ഗെറ്റ് ദ ലവ്, ദ സ്പാർക്ക്, ദ ഫൺ ആൻഡ് ദ റൊമാൻസ് ബാക്ക് ഇൻ ടു മൈ ലവ് ലൈഫ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവലും സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ വേണം എന്നാണ് അവർ പറയുന്നത്. ഐ ഫൈനലി ഹാവ് മെൻ്റൽ ക്ലാരിറ്റി ഓൺ ദിസ് ഓഫർ ഓഫ് ലവ്. ഐ ലവ് ദിസ് ന്യൂ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വി ഹാവ്. ഇതെന്താണ്? ഏസ് ഓഫ് സോഡ്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ട കാർഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാവും. ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഐ വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് വിത്ത് വാട്ട് ഈസ് ബീങ് ത്രോൺ അറ്റ് മീ. 5 wands ആണ് ഇതും പറയുന്നത്. ഐ തിങ്ക് നമ്മുടെ ഇത് 5 of swords ആയിരുന്നു. ഓക്കെ, ഇത് 5 wands ആണ്. ഓക്കെ, ഇത് നിങ്ങളോട് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കോമ്പറ്റീഷൻ നമ്മൾ പറയില്ലേ, മറ്റുള്ളവർ നിങ്ങളുടെ ഇടയിൽ കളിക്കുന്നു എന്ന് പറയില്ല, ആ തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അവർക്കിപ്പോൾ മാറ്റർ അല്ല. ആരെന്ത് പറഞ്ഞാലും അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് നിങ്ങളുടെ ഭാഗത്തും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ അപമാനം സഹിച്ചാലും എന്തൊക്കെ നിങ്ങളെ പറഞ്ഞാലും ഓക്കെ, നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ആ പേഴ്സണിനെ അത്രയും സ്നേഹിക്കുകയാണെന്ന്. സോ ഇത് നിങ്ങളുടെ ഭാഗത്ത് കൂടിയായിരിക്കാം. ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ഇസ് കില്ലിങ് ദ ഫീലിംഗ് ഓഫ് ലവ്, ക്വീൻ ഓഫ് സോൾസ്. ഇത് നിങ്ങളെയല്ല, എനിക്കിത് നിങ്ങളെ ആയിട്ട് തോന്നുന്നില്ല. അവരെ ഫാമിലി ആയിരിക്കാം. ഫാമിലി അവരെ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അതിപ്പോൾ അവർക്കത് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്ന പേഴ്സൺ ആരായാലും, അതിപ്പോൾ ക്വീൻ ആവണമെന്നില്ല, കിങ്ങും ആവാം, പാരൻസ് ആവാം, അല്ലെങ്കിൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ്, ചിലപ്പോൾ അവർ വേറെ മാരീഡ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ് വൈഫ് ആ രീതിക്കൊക്കെ എടുക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് പോവുകയാണ്. ഓക്കെ, അവർ നിങ്ങളെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഐ എം കമ്മിങ് ടുവേർഡ്സ് യു വിത്ത് ലൈറ്റ്നിങ് സ്പീഡ്. ഇതാണ് പറഞ്ഞത്, യൂണിവേഴ്സായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരും. 8 of wands കമ്മ്യൂണിക്കേഷൻ ആണ്. സോ കമ്മ്യൂണിക്കേഷൻ വരും. ഐ വോണ്ട് ടു ഗിവ് യു എവറിത്തിങ് യു ഡിസേർവ് ആൻഡ് സോ മച്ച് മോർ യു ഡിസേർവ് ഇറ്റ്. നിങ്ങൾ അർഹിക്കുന്നതൊക്കെ അവർ തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, this heartbreak is painful, the letting down and the breaking of trust has led to emotional turmoil. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവർ ഐ തിങ്ക് ഇത് രണ്ടും പറയുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്തായിരുന്നോ അഗെയിൻസ്റ്റ് ഉള്ളത്, ആരായിരുന്നോ ഇടയിൽ നിന്നിട്ടുള്ളത്, അതിനെയൊക്കെ ആ കാര്യങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ അകറ്റാനാണ്, അല്ലെങ്കിൽ ആരാണ് അവരെ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും സ്നേഹം എവിടെയാണ് എന്നൊക്കെ അവർ ചില തിരിച്ചറിയൽ അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, അവർ എന്തായാലും നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാവും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ പൈൽ 1 അതാണ് കാണുന്നത് നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പൈൽ 2 എടുക്കാം നമുക്ക്. സ്റ്റാർ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പോലെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഇമേജ് വെക്കാൻ ശ്രമിക്കാം. പൈൽ 2 സ്റ്റാർ ആണ്. ഹലോ, ഓക്കെ, പൈൽ 2 സ്റ്റാർ കാർഡ് അല്ല, സോറി, സ്റ്റാർ പൈൽ നമ്പർ 2 സ്റ്റാർ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്ത് സംഭവമാണ് ഇവിടെ വരാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരാൻ പോകുന്നത്? ബ്ലെസ്സിങ് ആയാലും ശരി, എന്ത് തന്നെ ആയാലും ശരി കേട്ടോ. മിറക്കിൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. ഓക്കെ, പോസിറ്റീവ് ആവട്ടെ. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ? 2 കാർഡാണ്. ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ എടുക്കാം. Okay, just a Ace of Pentacles.
ഓ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു സഡൻ മാറ്റം, ഒരു എന്താ പറയുക, മിറക്കിൾ ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുള്ള ഒരു ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വളർച്ച എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വളർച്ച എന്ന രീതിയിൽ നമുക്ക് പറയാം. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പേജ് ആയിട്ടാണ് ആദ്യം കാണുന്നത്. ആദ്യം നിങ്ങളുടെ പേഴ്സണെ പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ, ജസ്റ്റ് ഒരു ഫ്ലേട്ടിങ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് പോലെ നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളോട് അവർക്കൊരു ക്രഷ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ ആദ്യം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടും അവർ മേ ബി ആ ഒരു അത്രയ്ക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർക്ക് പക്ഷേ റൊമാൻസ് ഒക്കെ ഇഷ്ടമാണ്. റൊമാൻസ് ഒക്കെ ഇഷ്ടമായിട്ട് ഒരു പേഴ്സൺ ഒരു കളി തമാശ രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടാവും. പക്ഷേ എവിടെയോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ഓക്കെ, ഈ ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് പേഴ്സൻ്റെ അഡിക്ഷൻസ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഇമ്മെച്യൂരിറ്റി ആവാം, അവർക്കൊരു അല്ലാത്ത പെരുമാറ്റങ്ങളായിരിക്കാം, അവർക്ക് വേറെ ചില അഡിക്ഷൻസോ കാര്യങ്ങളോ ആയിരിക്കാം, പേടികൾ, അവരുടെ മനസ്സിൻ്റെ പേടികൾ എന്ന് പറയാം. അവർക്ക് ഐ തിങ്ക് അവരെ പിന്നോട്ട് വലിച്ച ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്താണെന്നൊന്നുകൂടി നോക്കിയേക്കാം അല്ലേ. ഡെവിൾ കാർഡ് എന്താണെന്ന് ഒന്നുകൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. എന്താണ് ഡെവിൾ കാർഡ്? ഇവിടെ ഡെവിൾ പറയുമ്പോൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 8 of Pentacles, okay, 4 of Cups. ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവര് ഈ റിലേഷൻഷിപ്പിൽ വേണ്ട എഫേർട്ട് ഇടാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ എല്ലാം ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ഇരുന്നിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കെയർ കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവരിടേണ്ട എഫേർട്ട് അവരിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതൊരു തരം അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് പറയാം. ഐ തിങ്ക് അതായിരിക്കാം ഇവിടെ ഡെവിൾ കാർഡ്, അതായിരിക്കാം. അവർക്കെല്ലാം അങ്ങോട്ട് കിട്ടുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങോട്ട് തരാൻ വേണ്ട എഫേർട്ട് ഇടണമല്ലോ, അത് അവരിടാൻ തയ്യാറാവാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ മേ ബി ഒരു ചെറിയ സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം. 4 of Swords ഉണ്ട് ആൻഡ് 4 of Cups ഉണ്ട്. സോ ഇവിടെ ഒരു ലോസിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയോ ഐ തിങ്ക് നിങ്ങളായിരിക്കാം ചിലപ്പോൾ കുറച്ച് മാറി നിൽക്കുന്നത്, സൈലൻ്റ് ആയിട്ടുണ്ടാവാം, മാറി നിൽക്കുന്നുണ്ടാവാം നിങ്ങളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നിങ്ങളെ മിസ്സിങ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, Queen of Swords, മേ ബി നിങ്ങൾ അവരോട് ഒരു അല്പം ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് അവർ കറക്റ്റ് ബിഹേവിയർ അല്ലാതിരിക്കുമ്പോൾ മേ ബി നിങ്ങളിപ്പോൾ അവരെ കട്ട് ഓഫ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്ത് മൂവ് ഓൺ ചെയ്യാനോ കട്ട് ഓഫ് ചെയ്യാനോ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, കാരണം ഇത് അവരുടെ മൈൻഡിൻ്റെ ചില ബ്ലോക്കേജസ് ഉണ്ട്. ഓക്കെ, അവരുടെ മൈൻഡ് ബ്ലോക്കേജ് എന്ന് വെച്ചാൽ അവർക്ക് ഓവർ അറ്റാച്ച്ഡ് ആവാനുള്ള പേടി കൊണ്ടായിരിക്കാം, കമ്മിറ്റ്മെൻറ്റിന് പേടിയുള്ളവരായിരിക്കാം. കാരണം ഈ നമ്മൾ പേജ് എന്ന് പറയുന്ന എനർജി അങ്ങനെയാണ്, അവർക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് അവരെത്തിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാതെ മേ ബി മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. ആ പേഴ്സണുമായിട്ട് മേ ബി നിങ്ങളൊരു സെപ്പറേഷൻ ഓൾറെഡി ചിലപ്പോൾ പേഴ്സണായിരിക്കാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനെ ഒന്ന് മാറിപ്പോകുമ്പോൾ ഇപ്പം അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ അടുത്ത് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ കമ്മ്യൂണിക്കേഷനും ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ നെക്സ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെച്യൂരിറ്റി, അവരുടെ ഫീലിങ്സ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കാനും പറയാനും എല്ലാം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ മൈൻഡിൽ ചില ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. ഓക്കെ, മുൻപ് ചില ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ അവർ വേണ്ട എഫേർട്ട് ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇവിടെ ഇനിയിപ്പോൾ കാണുന്നത് 9 of Pentacles ആണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് നോക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് വരുന്നത് കാണുന്നില്ല എന്ന് തോന്നിയിട്ട്, അവർക്കൊരു മെച്യൂരിറ്റി ഇല്ല എന്ന് തോന്നി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തായിരിക്കാം. നിങ്ങളുടെ അബൻഡൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോഴാണ് ഈ പേഴ്സൺ ഐ തിങ്ക് ചില റിയലൈസേഷൻ വരുന്നത്, എന്നിട്ട് അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത്. നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ ഐ തിങ്ക് അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് കൂടുതൽ അവർ എക്സ്പ്രസ് ചെയ്യാനൊക്കെ വരുമെന്നാണ്. കുറച്ചുകൂടി ആക്ഷനായിട്ട് കൂടി നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. കിങ് ഓഫ് സോർഡ്സ്, സോറി, നൈറ്റ് ഓഫ് സോർഡ്സ്, സോറി, ആൻഡ് ഹെർമിറ്റ്, 8 of Swords വീണ്ടും,
ഒരു കാർഡ് ലാസ്റ്റ്. 9 ഓഫ് കപ്സ്. ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ മിറക്കിളിൽ നമുക്ക് പറയാനുള്ളത് വലിയ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് അല്ല ഇവിടെ എനിക്ക് പറയാനുള്ളത്. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരെ ഭാഗത്തുനിന്ന് ഐ തിങ്ക് അവരുടെ ഈ മൈൻഡ് ബ്ലോക്കേജിൽ നിന്ന് അവർ പുറത്തു വരും. ഓക്കെ, അവരെ മൈൻഡ് ബ്ലോക്കേജിൽ നിന്ന് ലേശം പുറത്തു വന്ന് അവർ ഐ തിങ്ക് കുറച്ച് ഇൻട്രോസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇതെന്താണ് എന്നൊക്കെ ഒന്ന് അവർക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊന്ന് മാറിപ്പോയപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം അവർ ഐ തിങ്ക് അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, അതായത് നിങ്ങളാണ് അവർ ആഗ്രഹം ഇവിടെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ലേശം മെച്യൂരിറ്റി വരുന്നതായിട്ട്, അവരുടെ ഫീലിങ്സ് ആക്ച്വലി മെച്യൂർഡ് ആയിട്ടുണ്ട്. അവർ ആദ്യം വെറും ഫ്ലർട്ടിങ്ങോ വലുതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് തീർച്ചയായിട്ടും മെച്യൂർഡ് ആയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ടുള്ള ഒരു മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ശ്രമിക്കും അവർ എന്ന് പറയാം. ഓക്കെ, ഇതായിരിക്കും ഇവിടെ നടക്കുന്ന മിറക്കിൾ. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മിറക്കിളായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ മാറിപ്പോകുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ചില റിയലൈസേഷൻ വന്നിട്ട് ഐ തിങ്ക് അവർ ഒരു മെച്യൂരിറ്റി അവരിൽ വരും. ഓക്കെ, ആ മെച്യൂരിറ്റി വരുമ്പോൾ അവരൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ആ പേഴ്സണിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് വരുന്നത് അവരുടെ ഭാഗത്തുനിന്ന്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൺ ഒരിക്കലും ഇനി നിങ്ങളെ അന്വേഷിച്ച് പിന്നാലെ വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ അവർ വരുന്ന ഒരു സിനാരിയോ ആണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോലെ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ അവർ വരുന്ന, അതാണ് ഇവിടെ ഒരു മിറക്കിളായിട്ട് കാണുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് പേഴ്സണൽ മെസ്സേജസ് കൂടെ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. I want to make this work any which way and I have the power to achieve it. The magician. ഓക്കെ, ഇപ്പോൾ അവർ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യണം, ആൻഡ് അതിനുള്ള പവർ എൻ്റെ കയ്യിലുണ്ട് എന്നിപ്പോൾ അവർ തിരിച്ചറിയാണ്. ഓക്കെ, അവരിപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആക്കണം എന്ന് തോന്നുന്നത്. I want you so badly. I want you now. I am attracted to you. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് ആണ്. സോ അവർ നിങ്ങളുടെ അടുത്തേക്ക് അവർ അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ട് എത്രയും വേഗം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഇസ് ദ ട്രൂത്ത്. ഡിസിപ്ലിൻ ആൻഡ് പ്രാക്ടിക്കാലിറ്റി സൂപ്പർസീഡ് ലവ് ആൻഡ് ഇമോഷൻസ്. ഓക്കെ, അവർ പറയുന്നത് കുറച്ചുകൂടി ഐ തിങ്ക് അവർക്ക് ഒരു മെച്യൂരിറ്റി വരും എന്ന് പറയാം. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് കിങ് ഓഫ് സോർട്സ് ഒരു ലെവലിലേക്ക് വരും. അവർ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും കാര്യങ്ങളെ. ഓക്കെ, I feel lust for you. I have power over you. Oh, I control you with my passion. ഡെവിൾ കാർഡാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് നിങ്ങളോട് തോന്നിയത് ആദ്യം വെറും ഒരു അട്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, വെറും ഒരു അട്രാക്ഷനും വെറും ഒരു സെക്ഷൽ ഫീലിംഗ് അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരു ഇത് മാത്രമായിരുന്നു അവർക്ക് ആദ്യം. ഓക്കെ, പക്ഷേ അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഡെവിൾ ആൻഡ് പേജ് ഓഫ് വോൺസ് കണ്ടപ്പോൾ യെസ്, ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ. ഓക്കെ, ഒരു വെറുതെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് പോലെയായിരുന്നു അവർക്ക് ആദ്യം ഇത്. പക്ഷെ അവർക്ക് ഒരു മെച്യൂരിറ്റി അവരെ മാറുന്നുണ്ട്, അവരെ മനസ്സിൽ ഫീലിങ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയാം. ഐ എം കമ്മിങ് ടുവേർഡ്സ് യു വിത്ത് ലൈറ്റിംഗ് സ്പീഡ്. 8 of wands. ഇതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ വരും തീർച്ചയായിട്ടും, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരും. ഹാങ്മാൻ. ഐ ഹാവ് പുട്ട് തിങ്സ് ഓൺ ഹോൾഡ് ടു റീ ഇവാലുവേറ്റ് അവർ റിലേഷൻഷിപ്പ്. ഐ വിൽ സ്റ്റക്ക് റൈറ്റ് നൗ. അവർ നമ്മൾ സ്റ്റക്ക് കാർഡ് നേരത്തെ കണ്ടിരുന്നു. 8 of swords അല്ലേ. അവർ മനസ്സിൽ ചില സ്റ്റക്കായിട്ടുണ്ടായിരുന്നു അവർ. കാരണം അവർക്ക് ഐ തിങ്ക് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അവർ മുൻപ് അങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ഐ തിങ്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളെ വേണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സെഡ്യൂസിങ് യു വിത്ത് മൈ ഇൻറ്റൻസിറ്റി ആൻഡ് സെക്ഷൽ. ആക്ച്വലി ഇവിടെ ഒരുപാട് സെക്ഷൽ ഇത് കാണുന്നുണ്ട്. ഡെവിൾ കാർഡ് വന്നപ്പോൾ തന്നെ അതായിരുന്നു ആദ്യം തന്നെ പറഞ്ഞത്. സോ ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ മുൻപ് നിങ്ങൾ തമ്മിൽ ഇവിടെ 9 of cups ബോട്ടം ഉണ്ട്. സോ നമുക്കതൊരു കൺഫർമേഷനാണ്. 9 of cups പറയുമ്പോൾ അവരുടെ ആഗ്രഹം അല്ലേ, അവർക്ക് ഫീലിങ്സ് ആദ്യം വെറും ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ സെക്ഷൽ മാത്രമായിരുന്നു. ഓക്കെ, ഇവിടെ പക്ഷേ ഡെവലപ്പ് അവർക്ക് ആയിട്ട് സീരിയസ്ലി അവർക്ക് കാര്യങ്ങൾ മേ ബി നിങ്ങളായിരിക്കാം അതിൽ നിന്ന് വിട്ട് മാറിപ്പോയത്. കാരണം ഇങ്ങനെ ഒരു ഇത് മാത്രമാണെന്ന് തോന്നിയിട്ട് നിങ്ങളായിരിക്കാം മാറിപ്പോയത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് സത്യങ്ങൾ. ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ
ഇറ്റ്സ് ആൻ ഇമോഷണൽ മെസ് അറ്റ് ദ മൊമെന്റ്. ഫിയേഴ്സ്, ഡൗട്ട്സ് ആൻഡ് ഇല്യൂഷൻസ് ആർ ക്ലൗഡിങ് അവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അവർക്ക് ഇപ്പോൾ നിങ്ങൾ അവരെ വിട്ട് മാറിയപ്പോൾ ഐ തിങ്ക് അവരെ മൈൻഡ് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ ആലോചിക്കാൻ ശ്രമിക്കുകയാണ് ഇത് റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ. ഓക്കെ, പക്ഷെ അവരെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും, അവരുടെ ഫീലിങ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ. പക്ഷെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഐ എം പ്ലാനിങ് ഓൺ ഹൗ ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ. ദ സ്റ്റാർ, യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്. ഐ ഹാവ് ലൈഡ്, ചീറ്റഡ്. അതാണ് ഇതിവിടെ ഒരുപാട്. ഐ തിങ്ക് ഇത് ഈ പൈൽ നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ നല്ലോണം ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൺ ഫസ്റ്റ് സീരിയസ് ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ റിലേഷൻഷിപ്പിനെ ഒരു കൂടുതലും ഒരു ഫ്ലേട്ടിങ്, സെക്ഷൽ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് ഇപ്പോൾ പക്ഷേ ഫീലിങ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ മിറക്കിൾ. ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറാം. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ്, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിങ്ങൾ നിൽക്കണം. ഓക്കെ, അപ്പോൾ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്. ഓക്കെ, ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക അവർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്ന് മാറി നിൽക്കും. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ യെസ്, പാസ്റ്റിൽ അവർ ഒട്ടും ട്രസ്റ്റ് വർത്തി ആയിരുന്നില്ല. പക്ഷെ അവർക്ക് മാറ്റം വരുന്നുണ്ട്. യൂണിവേഴ്സ് ആ ഒരു ഐ തിങ്ക് അതാണ് നിങ്ങളുടെ മിറക്കിൾ പറയാനുള്ളത്. ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷേ ബി വെരി കെയർഫുൾ. ഓക്കെ, ഞാൻ അത്രേ പറയൂ. കെയർഫുൾ ആയിട്ടിരിക്കുക. തിരിച്ച് അവരെ സ്വീകരിക്കണോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്താണെന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.